പാലക്കാട്ടേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ ഇക്ബാൽ ഇറക്കൽ നമ്മളുടെ സ്റ്റേഷൻ മാനേജറെ കാണുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറയാനുള്ളത് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ തുറന്നു കൊടുക്കാത്തത്? നമ്മുടെ മുന്നിൽ ഒറ്റ ചോദ്യമാണ് ഇപ്പോഴുള്ളത്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ പിന്നീട് പരിഹാരമാവട്ടെ. ഇക്ബാൽ, നമുക്കൊന്ന് സ്റ്റേഷൻ മാനേജറെ സമീപിക്കാവുന്നതാണ്. എന്തുകൊണ്ട് ആ ടോയ്ലറ്റുകൾ തുറന്നു കൊടുക്കുന്നില്ല? യാത്രക്കാർക്ക് ഈ ശുചിമുറി എങ്ങനെയാണ് അവർ ഉപയോഗിക്കും? ആ ചോദ്യത്തിന് ഉത്തരം വേണം. അരുൺകുമാർ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ഡിപ്പോയുടെ 1-ാം നിലയിലാണ്. ഇവിടെയാണ് ഈ അടഞ്ഞു കിടക്കുന്ന ഈ ടോയ്ലറ്റുകൾ ഉള്ളത്. നല്ലൊരു താഴൊക്കെ ഉപയോഗിച്ച് ഇവിടെയുള്ള ടോയ്ലറ്റുകളെല്ലാം ഉദ്യോഗസ്ഥർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ജെൻസ് ടോയ്ലറ്റാണ്. ഇവിടെ ഒരു താഴോട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ലേഡീസ് ടോയ്ലറ്റ്. അതും കൃത്യമായി അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലാണ്, ഈ 1-ാം നിലയുടെ മുകളിലായാണ് ഉദ്യോഗസ്ഥരുടെ റൂമുള്ളത്. ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് സ്റ്റേഷൻ മാനേജർ അവധിയിലാണെന്നാണ്. മറ്റു ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയത് താഴത്തെ നിലയിലുള്ള ശുചിമുറികളും ശൗചാലയങ്ങളും എല്ലാം അടച്ചിട്ടപ്പോൾ ജീവനക്കാർക്കുള്ള ശൗചാലയങ്ങളെല്ലാം കൃത്യമായി തന്നെ തുറന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ജീവനക്കാരുടെ ഓഫീസുള്ള ഈ ഫ്ലോറാണ്. ഇവിടെ കൃത്യമായി അവർക്കുള്ള ടോയ്ലറ്റുകളെല്ലാം തുറന്ന് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുണ്ട്. യാത്രക്കാർ ബുദ്ധിമുട്ടിക്കോട്ടെ, തങ്ങൾക്ക് കുഴപ്പമില്ല, തങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. യൂണിറ്റ് ഓഫീസറായ TK സന്തോഷ് ഇന്ന് അവധിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് ഡിപ്പോ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇത് സെക്കൻഡ് സാറ്റർഡേ ആണ്. പല KSRTC ഉദ്യോഗസ്ഥർക്കും ഇന്നിപ്പോൾ അവധിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്തായാലും യാത്രക്കാർക്കും ദുരിതത്തിനും അവധിയില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സെക്കൻഡ് സാറ്റർഡേ പാലക്കാട് KSRTC ഡിപ്പോയിലെ ദൃശ്യങ്ങളാണ്. ഞാൻ DTO എടുത്ത് ചോദിച്ചിട്ട് പെർമിഷനുമായിട്ട് ബാത്റൂം എന്തുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു മിനിറ്റ്, അത് നമ്മൾ ഡിപ്പോ എഞ്ചിനീയറോട് ചോദിച്ചോളൂ. എനിക്കറിയില്ല. താഴെ ഇവിടെ ഉണ്ടായിരുന്ന റൂം ഇപ്പോൾ താഴെ ഉണ്ടാവും. അടുത്ത് എവിടെയാ? താഴെ അവിടെ. അല്ല, എന്താണ് തുറന്നു കൊടുക്കാത്തത്? എന്താണ് പറയുന്നത്? മറുപടി നോക്കിയിട്ട് കണ്ടെങ്കിലും ഈ തുറക്കാത്തതിന് എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും പറയുന്നുണ്ടോ സാർ? അറിയില്ല, എനിക്കറിയില്ല. അത് ഡിപ്പോ എഞ്ചിനീയർ ATOയ്ക്ക് അറിയില്ല. 1.5 വർഷമായില്ലേ? അറിയില്ല സാറേ, ഞാൻ ആ സെക്ഷനല്ല, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. എഞ്ചിനീയർ ഒന്ന് വന്നിട്ടുണ്ട്, സാർ വന്നിട്ടുണ്ട്. അതറിയില്ല, നോക്കണം സാറേ. താഴെയാണോ അത് മുകളിലാണോ? ഇവിടെ ഉണ്ടായിരുന്ന റൂം താഴെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. വർക്ക്ഷോപ്പ് അവിടെയാണല്ലോ, താഴെയായിരിക്കും. എന്തായാലും ഈ തുറന്നു കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അറിയില്ല. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണ് ഇവിടെ ജീവനക്കാർ ഇല്ലാത്ത ഒരു സാഹചര്യം ഉള്ളത്. ഡിപ്പോ മാനേജർ താഴെയും മുകളിലായി നടക്കുന്നു എന്നാണ് പാലക്കാട് KSRTC ജീവനക്കാരുടെ മൂത്രശങ്കയുണ്ടായാൽ എന്ത് ചെയ്യും ഇക്ബാൽ? ഒന്നും ചെയ്യാനില്ല. ഇനി നേരെ ജീവനക്കാരുടെ ബാത്റൂമിലേക്ക് കയറി വരിക എന്നല്ലാതെ മറ്റൊന്നുമില്ല. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തീരെ വൃത്തിയില്ല എന്നാണ് നമുക്ക് യാത്രക്കാരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ അവിടേക്ക് പോവുക, അതല്ല എങ്കിൽ നേരെ ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള ഈ 3-ാമത്തെ നിലയിലുള്ള ഈ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. കാരണം ബാക്കി അവർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള എല്ലാ ശൗചാലയങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. 8 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരു ബസ് സ്റ്റാൻഡാണ്. 7 കൊല്ലത്തോളം എടുത്തു ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ തന്നെ. എന്നിട്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ യാത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റ് ജീവനക്കാർക്കെല്ലാം ഉള്ള ടോയ്ലറ്റ് ഇവിടെ തുറന്നു കൊടുക്കുമ്പോൾ ഇതിന് തൊട്ട് താഴെയായിട്ടാണ് മറ്റ് 2 ടോയ്ലറ്റുകളും വരുന്നത്. അതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച. അവിടെ യാത്രക്കാർക്ക് എന്തായാലും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ല തുറന്നു കൊടുത്തത്. ഇനി എന്ത് ന്യായം പറഞ്ഞാലും, എന്ത് സാങ്കേതികമായിട്ടുള്ള തടസ്സം പറയുകയാണെങ്കിലും ഈ 2 ടോയ്ലറ്റുകൾ ഇവിടെ തുറന്നു വെച്ച് മറ്റ് ടോയ്ലറ്റുകൾ, യാത്രക്കാർക്കുള്ള ടോയ്ലറ്റുകൾ അടച്ചു വെച്ചിരിക്കുന്നതിന് എന്ത് ന്യായമാണ് ഉദ്യോഗസ്ഥർക്ക് പറയാൻ സാധിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായെന്നാണ്. അങ്ങനെയെങ്കിൽ ജീവനക്കാർക്കുള്ള ടോയ്ലറ്റ് മാത്രം എങ്ങനെ തുറന്നു കൊടുക്കാൻ സാധിക്കും? ഞാൻ നേരെ താഴേക്കാണ് പോകുന്നത്. അവിടെയാണ് ഈ ബസ്സുകൾ നിർത്തുന്ന ഭാഗത്തുള്ള ടോയ്ലറ്റ് ഉള്ളത്. അവിടെ ഒരു കാഴ്ച കാണിക്കാനുള്ളത്, ഫ്ലെക്സ് ബോർഡ് ഉപയോഗിച്ച് ആ ടോയ്ലറ്റ് കാണാത്ത രീതിയിലേക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല 1-ാം നിലയിൽ ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. ഈ നിലയിലായിക്കോട്ടെ യാത്രക്കാർക്ക് ഇത് ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഈ ഫ്ലെക്സ് ബോർഡ് വെച്ച് മറച്ചു വെച്ച് ബോർഡുകളെല്ലാം മാറ്റി. യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ടോയ്ലറ്റ് ആണ്. അവിടെയാണ് ഇപ്പോൾ ഇക്ബാൽ നിൽക്കുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കൂ, ആ ടോയ്ലറ്റിന്റെ അവസ്ഥയാണ് ഇക്ബാൽ വിശദീകരിക്കുന്നത്. ഇക്ബാൽ പറയൂ, അവിടെ ഒരു യാത്രക്കാരന് പോയി ഇപ്പോൾ അയാളുടെ മൂത്രശങ്ക തീർക്കാൻ കഴിയൂ?
ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊന്ന് മൂത്രമൊഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ 1, 2, 3 ടോയ്ലറ്റുകളുണ്ട്. പക്ഷേ തുറക്കാൻ കഴിയില്ല. അതിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഇത് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ടോയ്ലറ്റ് ആണെന്ന് പുതുതായി വരുന്ന യാത്രക്കാർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ബോർഡുകളെല്ലാം അഴിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നമുക്ക് ആണിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ കാണാം. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, ജെൻസ് ടോയ്ലറ്റ് എന്നും ലേഡീസ് ടോയ്ലറ്റ് എന്നുമുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം അഴിച്ചു മാറ്റി വെച്ചിരിക്കുന്നു ഇതൊരു ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ ടോയ്ലറ്റുകൾ താഴെ അടച്ചു വെച്ചിരിക്കുന്നു. മുകളിൽ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റുകൾ കൃത്യമായി തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒപ്പം ഒരു യാത്രക്കാരുണ്ട്. ഏട്ടാ, ഇപ്പോൾ ഇവിടെ വെച്ചൊരു മൂത്രശങ്ക ഉണ്ടായാലും എങ്ങോട്ടാ പോകാൻ കഴിയും? എല്ലാം ഓപ്പോസിറ്റൊക്കെ പോകണം. അവിടെ കംഫർട്ട് സ്റ്റേഷനിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. തൊട്ടുപുറത്തുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോകാൻ പറ്റില്ല. ഓപ്പോസിറ്റൊക്കെ പോകാം. ഏട്ടൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ടോയ്ലറ്റ് ഉള്ളത്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങോട്ട് തന്നെ നടന്നു പോകണം, താഴോട്ട് നടന്നു പോകണം. കംഫർട്ട് സ്റ്റേഷനിൽ പോയി പൈസ കൊടുത്ത് ടോയ്ലറ്റിൽ പോകണം. അതെ അതെ അതെ. അരുൺകുമാർ, ഇതാണ് അവസ്ഥ. ഈ എൻ്റെ കയ്യകലത്തുള്ള ദൂരത്തുള്ള ബാത്റൂമിലേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല. കംഫർട്ട് സ്റ്റേഷനിൽ പോയിട്ട് വേണം. പ്രത്യേക ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ടോയ്ലറ്റുകളാണോ ഇത്? ഇനി ടോയ്ലറ്റിന് വേണ്ടി ഈ 1.5 വർഷത്തിന് ശേഷം പ്രത്യേക ഒരു ഉദ്ഘാടനം അധികൃതർ നടത്തുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. ഇവിടെ ഇപ്പോൾ KSRTCയുടെ തന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെയുണ്ട്, ഡ്രൈവർമാരാണ്. നിങ്ങളൊക്കെ ഏട്ടാ ഒരു മൂത്രശങ്ക ഉണ്ടായാൽ എവിടേക്കാണ് പോവുക? അപ്പുറത്ത് പോകണം. ഈ ടോയ്ലറ്റ് ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? അത് തുറക്കണില്ലല്ലോ. എന്താ പറയുന്നവർ? ബ്ലോക്കായിന്ന് പറഞ്ഞിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അവര്. തുറന്നിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ടല്ലോ, 1.5 വർഷമായി കാണും. അത് തുറന്നു. ഇവിടുന്ന് വരുന്ന ഞാൻ ഇവിടെ തന്നെ പാലക്കാട് ഡിപ്പോ തന്നെ എന്തെങ്കിലും ഈ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടില്ല. മേലെ ഓപ്പൺ ആണ്. രണ്ടാഴ്ച ഉണ്ടായുള്ളൂ ഓപ്പണിങ്. പിന്നെ എല്ലാത്തൊരവസ്ഥ. അതെ അതെ. ശരിക്കും അതല്ലെങ്കിൽ ജീവനക്കാർ ഒന്നിന് മുകളിൽ പോകണം, അല്ലെങ്കിൽ കംഫർട്ട് സ്റ്റേഷനിൽ പോകണം. അവിടെ പോയി പൈസ കൊടുക്കണം. ഞങ്ങൾ ജീവനക്കാർക്ക് വേണ്ട, എല്ലാത്തവർക്കും വേണ്ടി വരും. യാത്രക്കാർക്ക് ഇവിടെ സൗജന്യമായിട്ട് തുറന്നു വെച്ചത് അടച്ചിട്ടിരിക്കുക. എന്തെങ്കിലും ന്യായം പറയും? സൗജന്യമല്ല, ഇവിടെ പൈസ എന്തെങ്കിലും ന്യായം പറയുന്നു? അത് ഒന്നും അറിയില്ല. അടച്ചു വെച്ചിരിക്കുന്നു, ശുചിമുറികൾ അടച്ചു വെച്ചൊരു KSRTC പുതുതായിട്ട് കണ്ടിട്ടില്ല. ടോയ്ലറ്റ് കണ്ടിട്ടില്ല. ടോയ്ലറ്റ് കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇവിടെ ഉള്ള ആളാണ്, പക്ഷേ ഇത് കണ്ടിട്ടില്ല. ഞാൻ ഒന്നുകിൽ മുകളിൽ പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം. പെട്ടെന്ന് താഴത്ത് വെച്ച് ബസ് ഓടിച്ച് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു മൂത്രശങ്ക ഉണ്ടായാൽ ഒന്നിൽ 3-ാം നിലയിലേക്ക് ഓടിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തുള്ള കടയിൽ പോകണം. വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടണം. ഈ തൊട്ട് മുമ്പിലുള്ള ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയും? ഇല്ല. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ചോദിച്ചത്? അതൊക്കെ മാനേജ്മെൻറ്റ് തീരുമാനമല്ലേ, നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ മുട്ടുക എന്നുള്ളത് മാത്രം നമുക്ക് മുകളിലുള്ളവർ തീരുമാനിക്കും, നമ്മൾ അനുസരിക്കും. അത്രേ ഉള്ളൂ. എല്ലാ കാര്യം അങ്ങനെ തന്നെയാണത്. നമ്മൾ വരുന്ന യാത്രക്കാർ പരാതി പറയാറുണ്ട്. പരാതി അവർക്കുള്ളതൊക്കെ അപ്പുറത്ത് കോൺഫറൻസ് അവിടെ ഉണ്ടല്ലോ. ജീവനക്കാർക്ക് കിട്ടുന്നില്ല, പിന്നെ യാത്രക്കാർക്ക് കിട്ടുമോ? നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ജീവനക്കാർക്ക് താമസിക്കാൻ അപ്പുറത്തൊരു മുറിയുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 40-ലധികം ജീവനക്കാർ നിങ്ങൾ ഡെയിലി രാവിലെ ഉണ്ടാവും, പക്ഷെ 2 ബാത്റൂമേ നിങ്ങൾക്ക് ഉള്ളൂ. അതെ അതെ അതെ, 2 ഉള്ളൂ. ആ പരാതി നിങ്ങൾ പറഞ്ഞു? അത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ആരും അനുസരിക്കുന്നില്ലല്ലോ, കേൾക്കുന്നില്ല. അതന്നെ, ജീവനക്കാർക്ക് പറയുന്ന പരാതി ആരും കേൾക്കുന്നില്ല. അതന്നെ, യാത്രക്കാർ പറയുന്നതും കേൾക്കുന്നില്ല, ജീവനക്കാർ പറയുന്നത് ഇല്ല. അതായിരിക്കും. ഇതിപ്പോൾ യാത്രക്കാർക്കുള്ളതാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, വ്യക്തമായിട്ട് എനിക്കറിയില്ല. ജീവനക്കാരും കിട്ടും ആണെന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ടോയ്ലറ്റ് ആണെന്ന് എനിക്കറിയില്ല, ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കൂരി മാറ്റിയതുകൊണ്ട് ഇനി അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാലോ. ഇപ്പം എന്തായാലും ജീവനക്കാർ പറയുന്ന പ്രകാരം അവരെന്തായാലും ഈ ഒരു ബിൽഡിംഗ് ടോയ്ലറ്റ് ആണെന്നുള്ള ബോർഡുകൾ ഉണ്ടായിരുന്നു. 1 വർഷമായി ടോയ്ലറ്റുകൾ അടഞ്ഞു കിടക്കുന്നത് കാണുന്നു. 8.5 കോടി രൂപ മുടക്കി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുക, ആ ബസ് ഡിപ്പോ ഉണ്ടാക്കിയതിനു ശേഷം അവിടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക, ആ ടോയ്ലറ്റുകൾ പിന്നീട് ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അടച്ചു വയ്ക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്? ഇതൊക്കെ യാത്രക്കാർക്ക് തുറന്നു കൊടുക്കുകയും പരിപാലിക്കാനുമാണല്ലോ നമ്മൾ നികുതി കൊടുത്ത് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതും ബസ് ഡിപ്പോ ഉണ്ടാക്കിയിരിക്കുന്നതും. പാലക്കാട്ടെ ഡിപ്പോയാണ് ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഡിപ്പോ. ആ ഡിപ്പോയുടെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. ആ ഡിപ്പോയിലെ താഴത്തെ നിലയിലെയും മുകളിലത്തെ നിലയിലെയും ശുചിമുറികൾ യാത്രക്കാർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. അത് ഫ്ലെക്സ് ബോർഡ് വെച്ച് അടച്ചിട്ടിരിക്കുന്നു. നല്ല ഭദ്രമായി തന്നെ താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രികാലങ്ങളിലടക്കം സ്ത്രീ യാത്രക്കാർ മറ്റു സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട് അടക്കമുള്ള യാത്ര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നവർ, അവരൊക്കെ ഈ അടഞ്ഞു കിടക്കുന്ന ശുചിമുറിയുടെ മുന്നിൽ നിന്ന് തിരിച്ച് താഴെയുള്ള കംഫർട്ട് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഇത് ഒരിടത്ത് മാത്രമല്ല, ഒട്ടേറെ ഇടങ്ങളിലും സമാനമായ കാഴ്ചകളാണ് റിപ്പോർട്ടർ ലൈവാത്തോൺ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ KSRTC സ്റ്റാൻഡുകളിൽ നിന്നുള്ള കെടുകാര്യസ്ഥതയും ഒപ്പം അനാസ്ഥയുടെയും നേർചിത്രമാണ് റിപ്പോർട്ടർ സ്പെഷ്യൽ ലൈവാത്തോണിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.